Hello, my dear students. Welcome to the next video on your fifth module, Emerging Concepts and Management. In today's video, we are going to discuss about two new concepts in management. That is, first one, ISO, International Organization for Standardization, and next one, MIS, Management Information System. So first, let us discuss about ISO, International Organization for Standardization. I hope you heard about the term ISO 9000, ISO certified company and all, right? നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ടി വി ചാനലിലായാലും പല അഡ്വർടൈസ്മെന്റ്സിലായാലും ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ എന്താണ് ഈ ISO എന്ന് പറയുന്നത്? അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. അതായത് സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനെയാണ് നമ്മൾ ISO അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം ഇതിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് എ ക്ലിയർ ഐഡിയ അബൌട്ട് വാട്ട് ഇസ് എ സ്റ്റാൻഡേർഡ്. എന്താണ് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടാവണം. എന്നാലാണ് യു ക്യാൻ സ്റ്റഡി അബൌട്ട് ISO. സോ ഫസ്റ്റ് ലെറ്റ്സ് സീ വാട്ട് ഇസ് എ സ്റ്റാൻഡേർഡ്. നമ്മളൊരു ക്വാളിറ്റി മാനേജ്മെന്റ് ആസ്പെക്റ്റിൽ നിന്നാണ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നത്. അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പല മീനിങ് ഉണ്ടാകാം പല ആസ്പെക്റ്റിൽ നമ്മൾ ആലോചിക്കുമ്പോൾ. പക്ഷെ ഇവിടെ ISO എന്ന് പറയുന്നത് നമ്മളൊരു ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ അതിനൊരു ടൂൾ ആയിട്ടാണ് നമ്മൾ ISO പഠിക്കുന്നത്. സോ അങ്ങനെ അപ്പൊ നോക്കുമ്പോൾ ക്വാളിറ്റി മാനേജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂന്ന് ലെറ്റ് us see what is a standard. Standards are detailed for requirements, specification, guidelines and characteristics that product, service and process should consistently meet in order to ensure the quality matches expectation. അതായത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ സർവീസോ പ്രോസസ്സോ അതിന് ഇന്ന റിക്വയർമെന്റ് മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സ്പെസിഫിക്കേഷൻ അതിന് ഉണ്ടാവണം, അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് അതിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ് എന്ന് പറഞ്ഞ് നേരത്തെ കൂട്ടി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതായത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് അല്ലെ? ആ ക്വാളിറ്റി മീറ്റ് ചെയ്യണമെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ആ പ്രോഡക്റ്റിന് എന്നென்ன സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവണം, അതിന് വേണ്ട ഗൈഡ് ലൈൻസ്, അതിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ആ പ്രോഡക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ക്വാളിറ്റി എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യും, നമ്മൾ ഉദ്ദേശിക്കുന്ന പേർപ്പസിന് അത് ഫിറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ നീഡ് അത് മീറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ 30 മാർക്കിന്റെ എക്സാമിന് നിങ്ങൾക്ക് 25 മാർക്ക് വേണം പാസ് മാർക്ക് എന്ന് വിചാരിക്കാം. അപ്പൊ ഒരു കമ്പനി വരികയാണ്, കമ്പനി പറയാം, ഞാനൊരു എക്സാമ്പിൾ പറയണം കേട്ടോ. ഒരു കമ്പനി പറയാണ് എനിക്ക് ഈ ഒരു ടെസ്റ്റ് ആണത്, ആ ടെസ്റ്റ് പാസ്സായ കുട്ടികളെ വേണമെന്ന് പറയാന്ന് വിചാരിക്കുക. അപ്പൊ ടെസ്റ്റ് പാസ്സായ കുട്ടികൾ എന്ന് പറയുമ്പോൾ 25 ആണ് സ്റ്റാൻഡേർഡ്. നിങ്ങൾ പാസ്സായോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ആ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 25 മാർക്സ് ആണ്. അപ്പൊ 25 അതിന് മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തു, ടെസ്റ്റ് പാസ്സായ കുട്ടികളെ കിട്ടി. 25 താഴെയാണെങ്കിൽ നിങ്ങൾ ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ എക്സ്പെക്ടേഷനും മാച്ച് ചെയ്യില്ല. അപ്പൊ എന്താ ഒരു ഐഡിയ കിട്ടിയില്ലേ സ്റ്റാൻഡേർഡ് എന്താന്ന്? ഒന്നും കൂടെ ഈ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. സ്റ്റാൻഡേർഡ്സ് ആർ ഡീറ്റെയിൽസ് ഓഫ് റിക്വയർമെന്റ്സ്, സ്പെസിഫിക്കേഷൻ, ഗൈഡ് ലൈൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് that a product, service and process should consistently meet. അതായത് കൺസിസ്റ്റന്റ്ലി മീറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ? നമ്മളിപ്പോ മൈക്കിൾ കോറസിന്റെ ഒരു വാച്ച് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. നമ്മൾ മൈക്കിൾ കോറസിന്റെ ഒരു വാച്ച് മേടിക്കുമ്പോൾ അതിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ആദ്യത്തെ ഒരു വാച്ച് വാങ്ങിച്ചപ്പോൾ മീറ്റ് ചെയ്തു, രണ്ടാമത്തെ വാച്ച് വാങ്ങിച്ചപ്പോൾ ആ സ്റ്റാൻഡേർഡ് അതിന് ഉണ്ടായില്ലെങ്കിൽ അവിടെ കൺസിസ്റ്റൻസി ഇല്ല. അതാണ് പറയണേ ഷുഡ് കൺസിസ്റ്റന്റ്ലി മീറ്റ്. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു എൻഷുർ ദ ക്വാളിറ്റി മാച്ചസ് എക്സ്പെക്ടേഷൻ, ദേ ആർ ഫിറ്റ് ഫോർ പേർപ്പസ്, ദേ മീറ്റ് ദ നീഡ്സ് ഓഫ് ദ യൂസേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന് എന്തൊക്കെ റിക്വയർമെന്റ് ഉണ്ട്, സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു ടോട്ടൽ ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. So I hope you all are clear about what is a standard now. So now let's move on to the topic of the day,
ദാറ്റ് ഇസ് ISO, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ISO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എൻ ഇൻഡിപെൻഡന്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഇതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഗവൺമെന്റൽ അല്ലാത്ത, ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ല, ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. ഏകദേശം 160 കൺട്രീസിലെ മെമ്പേഴ്സ്, നാഷണൽ സ്റ്റാൻഡേർഡ് ബോഡീസ്, അതായത് ഓരോ രാജ്യത്തിന്റെയും അവരുടേതായ നാഷണൽ സ്റ്റാൻഡേർഡ് ബോഡീസ് ഉണ്ടാവും. അങ്ങനെ ഓൾമോസ്റ്റ് 160 കൺട്രീസിൽ നിന്നുള്ള നാഷണൽ സ്റ്റാൻഡേർഡ് ബോഡീസ് എല്ലാവരും കൂടെ ചേർന്ന് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. പ്രോഡക്റ്റുകളുടെയും സർവീസുകളുടെയും സ്റ്റാൻഡേർഡുകൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യത്തും അവരുടേതായ നാഷണൽ സ്റ്റാൻഡേർഡ് ബോഡീസ് ഉണ്ടാവും. ഇതുപോലെ 160 രാജ്യങ്ങളോളമുള്ള നാഷണൽ സ്റ്റാൻഡേർഡ് ബോഡീസ് എല്ലാവരും കൂടെ ചേർന്ന് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ISO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ISO ഇപ്പൊ തന്നെ 13,000 സ്റ്റാൻഡേർഡുകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. 1947 സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് ഇത് ലൊക്കേറ്റ് 1947 സ്റ്റാർട്ട് ചെയ്തു. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ISO ലൊക്കേറ്റ് ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. ഇതിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അതാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ലോകം മുഴുവൻ റെസ്പെക്ട് ചെയ്യുകയും റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കി ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ട്രേഡ് ആൻഡ് കോമേഴ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ട് എന്തെന്ന് പറയുന്നത്, എന്തിന്റെ ഉദ്ദേശം, ISOയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. സോ ISO ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു 164 നാഷണൽ സ്റ്റാൻഡേർഡ് ബോഡീസ് ആണ് ഏതിലുള്ളത്, ISOയില് ഉള്ളത്. സോ ഞാൻ പറഞ്ഞ തന്നെ ISO 9000 is an international standard for quality system. It is a set of requirements specified by International Organization for Standardization. സോ ISO എന്ന് പറഞ്ഞ ഒരു നാഷണൽ ലെവൽ ഫെഡറേഷൻ ഓഫ് ബോഡീസ് ആണ്. ഇന്റർനാഷണൽ ലെവലിലുള്ള പല രാജ്യങ്ങളുടെ നാഷണൽ സ്റ്റാൻഡേർഡ് ബോഡീസ് ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ISO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ISO 9000 ആണെങ്കിൽ അത് ലോകം മുഴുവൻ റെക്കഗ്നൈസ്ഡ് ആണ്. ISO 9000 എന്ന് പറഞ്ഞ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി, വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. സോ ISOയില് 90 കൺട്രീസിൽ നിന്ന് 160, അതായത് 90 കൺട്രീസിലെ 164 നാഷണൽ സ്റ്റാൻഡേർഡ് ബോഡീസ് കൂടി ചേർന്നിട്ടുള്ളതാണ് ISO എന്ന് പറഞ്ഞ. ഓരോ കൺട്രീസിനും ഓരോ നാഷണൽ സ്റ്റാൻഡേർഡ് ബോഡി ഉണ്ടാവും. ഇന്ത്യയുടെ നാഷണൽ സ്റ്റാൻഡേർഡ് ബോഡി ISOയിലുള്ളതെന്ന് പറഞ്ഞാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്, BIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. BIS നാഷണൽ ലെവലിലുള്ള സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ ബോഡിയാണ്. സോ BIS ആണ് ഇന്ത്യയിൽ നിന്ന് ISOയിലുള്ളത്. ഓക്കെ, സോ BIS വഴി ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം എന്താണ്, ISO സർട്ടിഫൈഡ് ആണ്. സോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സീരീസ് 14,000 ആണ്, അതായത് ISO 9000 ഈക്വലന്റ് ആയിട്ട് കണക്കാക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 14,000 ഓക്കെ. മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് പറയാം. ISOയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ ഇന്റർനാഷണൽ ലെവലിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എക്സ്ചേഞ്ച് കുറച്ചും കൂടി ഈസി ആക്കുക. ദെൻ ഒരു എല്ലാ ഏരിയയിലും എസ്പെഷ്യലി ഇന്റലക്ച്വൽ, സയന്റിഫിക്, ടെക്നോളജിക്കൽ, ഇക്കണോമിക് ഏരിയാസിലൊക്കെ ഒരു കോപ്പറേഷൻ ഡെവലപ്പ് ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ട് എന്ത് ISOയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ISOയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ISOയിൽ ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത് ISO 9001, അത് ക്വാളിറ്റി, ഏത് ക്വാളിറ്റി സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസൈൻ, ഡെവലപ്മെന്റ്, പ്രൊഡക്ഷൻ, ഇൻസ്റ്റാളേഷൻ ആൻഡ് സർവീസിങ്, ഇതിലുള്ള ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ISO 9001 വരുന്നത്. ദെൻ ISO 9002 വരുന്നത് മെയിൻ ആയിട്ട് പ്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റാളേഷൻ, ആ ഒരു പ്രോസസ്സിലുള്ള ക്വാളിറ്റി അഷുറൻസ് ആണ്. ദെൻ ISO 9003 വരുന്നത് ഫൈനൽ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റ്, നമ്മൾ പ്രോസസ് ആയാലും പ്രോഡക്റ്റ് ആയാലും പ്രൊസീജിയർ ആയാലും അതിന്റെ ഫൈനൽ ഇൻസ്പെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ISO 9003 വരുന്നത്. ISO 9004 ഉണ്ട്, അത് ക്വാളിറ്റി മാനേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി സിസ്റ്റം എലമെന്റ്സ്, അതിനുള്ള ഗൈഡ് ലൈൻസ് ആണ്. ISO 9004-2 ഉണ്ട്, അതിൽ വരുന്നത് മെയിൻ ആയിട്ട് ക്വാളിറ്റി മാനേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി സിസ്റ്റം എലമെന്റ്സ് ഗൈഡ് ലൈൻസ് ഫോർ സർവീസസ്. ISO 9004-3 ഗൈഡ് ലൈൻസ് ഫോർ പ്രോസസ് മെറ്റീരിയൽസ്.
ISO 9004 for guidelines for quality improvement, ISO 9004 5 guidelines for quality plans, ISO 9004 6 quality to quality assurance for project management, ISO 9004 7 guidelines for configuration management. ഈ സ്ട്രക്ചർ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ ISOയിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു എലമെന്റ്സ്, ISOയുടെ മെയിൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു 4 എലമെന്റ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിലൊന്നാണ് ക്വാളിറ്റി മാനുവൽ. അതായത് ക്വാളിറ്റി സിസ്റ്റം ഓർഗനൈസേഷനിലെ ക്വാളിറ്റി സിസ്റ്റത്തിന്റെ ബേസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി മാനുവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഒരു ഓർഗനൈസേഷൻ എന്ത് ക്വാളിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ആ വക കാര്യങ്ങളൊക്കെയാണ് ഒരു ഓർഗനൈസേഷന്റെ ക്വാളിറ്റി മാനുവലിൽ ഉണ്ടാവുക. ദെൻ ക്വാളിറ്റി പ്രൊസീജിയർ, ആ ഒരു മാനുവലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോസസ് ആണ് ചെയ്യേണ്ടത്, അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ പ്രോസസ്സിൽ കൂടെയാണ് കടന്നു പോകേണ്ടത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഏതിൽ എക്സ്പ്ലെയിൻ ചെയ്യും, എന്ത് എക്സ്പ്ലെയിൻ ചെയ്യും, ക്വാളിറ്റി പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യും. നെക്സ്റ്റ് വരുന്ന എലമെന്റ് ആണ് വർക്ക് ഇൻസ്ട്രക്ഷൻ. അതായത് ഓരോ ആക്ടിവിറ്റിക്കും എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ ആണോ കൊടുക്കേണ്ടത്, അത് എങ്ങനെ വേണം, അതിന്റെ അത് റിലേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സ്റ്റെപ്പാണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഈ സ്റ്റെപ്പുകൾ എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതാണ് ഏത് വർക്ക് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ക്വാളിറ്റി റെക്കോർഡ്സ് ഉണ്ടാവും. അതായത് ഓരോന്നിനും ISO ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഓരോ പ്രോഡക്റ്റിനും സർവീസിനും ഇന്ന ക്വാളിറ്റി മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള എവിഡൻസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അത് പല രീതിയിലായിരിക്കാം, പല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലോ അങ്ങനെ ഓഡിറ്റിംഗ് റിപ്പോർട്ടോ പ്രൊക്യൂർമെന്റ് റിപ്പോർട്ടോ, ഇങ്ങനെ എല്ലാ റെക്കോർഡുകൾ, അതായത് നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റീനെ മീറ്റ് ചെയ്യുന്നുണ്ട്, ISO ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടുള്ള ക്വാളിറ്റീനെ നമ്മുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമ്മൾ വെക്കുന്ന എവിഡൻസുകളാണ് ഏതിലുള്ളത്, ക്വാളിറ്റി റെക്കോർഡിലുള്ളത്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ISO എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. ക്വാളിറ്റി മാനുവൽ, ക്വാളിറ്റി പ്രൊസീജിയർ, വർക്ക് ഇൻസ്ട്രക്ഷൻ, ക്വാളിറ്റി റെക്കോർഡ്സ്, ദീസ് ആർ ദ മേജർ എലമെന്റ്സ് ഓഫ് ISO സ്റ്റാൻഡേർഡ്. ദെൻ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനോ നമ്മുടെ എന്തെങ്കിലും ഒരു സർവീസിനോ നമുക്ക് ISO രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് വിചാരിക്കാം, ISOയിൽ നമുക്ക് സർട്ടിഫൈ ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ അതിന് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ സപ്ലയർ അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, ഏത് ഓർഗനൈസേഷൻ ഐഡന്റിഫൈ ചെയ്യണം നമ്മുടെ പ്രോഡക്റ്റിനോ നമ്മുടെ സർവീസിനോ പറ്റിയ ISO സർട്ടിഫിക്കേഷൻ ഏതാണ്. ഇപ്പൊ നമ്മളിപ്പോ കുറെ പറഞ്ഞു അല്ലെ, ISO 9004, ISO 9004 അങ്ങനെ കുറെ പറഞ്ഞു, ISO 9001, 9002. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള പ്രോഡക്റ്റോ സർവീസോ അതിന് സ്യൂട്ടബിൾ ആയിട്ട് ഈ ISO സീരീസിൽ ഏതാണെന്നുള്ളത് ആദ്യം ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ ഈ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കുക. ഈ ഒരു ISO സിസ്റ്റം ISO സർട്ടിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിക്ക് അവർ എന്തൊക്കെ ചെയ്യണം, അതിനുള്ള എന്തെങ്കിലുമൊക്കെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണമെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക, അതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ചെയ്യുക. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ചെയ്യേണ്ടത് അറേഞ്ച് ഫോർ എ പ്രീ അസസ്മെന്റ് ഓഫ് ദ സിസ്റ്റം. അതായത് നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുടെ അടുത്ത് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഈ സിസ്റ്റത്തിന് ഒരു പ്രീ അസസ്മെന്റ് നടത്താം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അക്രഡിറ്റഡ് ആയിട്ടുള്ള ബോഡീസിന്റെ അടുത്ത് നമുക്കൊരു ലിസ്റ്റ് ഓഫ് അക്രഡിറ്റഡ് സർട്ടിഫിക്കേഷൻ ബോഡീസ് ഉണ്ടാവില്ല, ആരൊക്കെയാണ് നമ്മൾ സർട്ടിഫൈ ചെയ്ത് തരാൻ കഴിവുള്ളവരെന്ന്. ആ ബോഡീസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് അവർ നമ്മുടെ സ്കോപ്പും നമ്മുടെ ആവശ്യങ്ങളും അത് ഏത് സർട്ടിഫിക്കേഷൻ ബോഡിയാണ് മീറ്റ് ചെയ്യുന്നത്, അവരുടെ ഫീ സ്ട്രക്ചർ. ഇന്ത്യയിലാണെങ്കിൽ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു രണ്ടെണ്ണമാണുള്ളത്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും ഇന്ത്യൻ രജിസ്ട്രാർ ക്വാളിറ്റി സിസ്റ്റം. ഈ രണ്ടെണ്ണമാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ ഇതിൽ ഏത് ബോഡിയാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും നമുക്ക് പറ്റുന്ന ഫീ സ്ട്രക്ചറിനനുസരിച്ചും നമ്മുടെ സ്കോപ്പിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഏത് സർട്ടിഫിക്കേഷൻ ബോഡിയാണെന്ന് നമ്മൾ ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചൂസ് ചെയ്ത സർട്ടിഫിക്കേഷൻ ബോർഡ് എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മുടെ പ്രോഡക്റ്റിനോ പ്രോസസ്സിനോ വേണ്ടി ഒരു സർട്ടിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യണം. അപ്പൊ അവര് നമുക്കൊരു ഇൻഫർമേഷൻ പാക്ക് അയച്ചു തരും. അത് കഴിഞ്ഞ് അവര് കുറെ ഫോമുകൾ, അതുപോലെ കൊട്ടേഷൻ, ഫീ ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ അവർ നമുക്ക് അയച്ചു തരും. അയച്ചു തന്നു കഴിഞ്ഞ് നമ്മൾ അവരുമായിട്ടുള്ള കോൺട്രാക്ട് നമ്മൾ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റേഷനും
കുറെ കാര്യങ്ങൾ സ്റ്റാൻഡേർഡ്സ്, എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് മീറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രൂഫുകളാണ് വെക്കേണ്ടത്, അത് കഴിഞ്ഞ് അതൊക്കെ ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് സെറ്റ് ആക്കി തരും. അത് കഴിഞ്ഞ് ഡോക്യുമെന്റേഷൻ, ഇഫ് ദ ഡോക്യുമെന്റേഷൻ കവേഴ്സ് ദ സ്റ്റാൻഡേർഡ് ആഡിക്വേറ്റ്ലി, നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യേണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മളൊരു 6 മാസത്തിനുള്ള അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അവർക്ക് തോന്നുകയാണ്, ഒരു പ്രഥമ ദൃഷ്ടിയാൽ അവർക്ക് തോന്നുകയാണ് ഓക്കെ ദിസ് കമ്പനി മീറ്റ്സ് അല്ലെങ്കിൽ ദിസ് പ്രോഡക്റ്റ് മീറ്റ്സ് അവർ സ്റ്റാൻഡേർഡ്സ്, അങ്ങനെ ആ സർട്ടിഫിക്കേഷൻ ബോഡിക്ക് തോന്നുവാണെങ്കിൽ അവര് ഓൺസൈറ്റ് അസസ്മെന്റിന് വരും. അതായത് നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ഫിസിക്കലി അവര് അസസ്മെന്റിന് വരും. അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ സിസ്റ്റത്തിൽ മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ കറക്ഷൻ വരുത്തണമെങ്കിലോ ഒക്കെ നമ്മുടെ ഓർഗനൈസേഷന് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു അസസ്മെന്റ് നടത്തും അവര്, ഒരു ഇൻഡിപെൻഡന്റ് ടീം ഓഫ് അസസേഴ്സ്, അതായത് ഈ സർട്ടിഫിക്കേഷൻ ബോഡി പറഞ്ഞു വിടുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ടീം ഓഫ് അസസേഴ്സ് വരും. അത് കഴിഞ്ഞ് അവർ സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെ നടത്തും. പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെയാണോ പോകുന്നത്, ഏതെങ്കിലും കാര്യത്തില് കൃത്യത വരാനുണ്ടോ, ഏതെങ്കിലും കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അവരൊരു ഡിസ്ക്രിപ്പൻസി റിപ്പോർട്ട് അവർ റേസ് ചെയ്യും. ആ റിപ്പോർട്ട് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ കറക്ഷൻസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അർത്ഥം. അത് കഴിഞ്ഞ് അവർ അസസ്മെന്റ് ഒക്കെ നടത്തി കൺഫേം ചെയ്ത് അവര് റെക്കമെൻഡേഷൻ കൊടുക്കും. അതായത് ഈ വന്ന ആൾക്കാര് സർട്ടിഫിക്കേഷൻ ബോഡിയോട് പറയും ഇവര് അൺക്വാളിഫൈഡ് ആണോ ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് പറയും, അതായത് ഈ സർട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്. അപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ എന്ത് ചെയ്യാണ്, അപ്രൂവൽ കൊടുക്കാണ്. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രൂവൽ കൊടുക്കും. ഇനി അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാം. ആ രജിസ്ട്രേഷൻ 3 വർഷത്തിനാണ് എന്തുള്ളൂ, വാലിഡിറ്റി ഉള്ളൂ. പക്ഷെ അതുപോലെ തന്നെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം വന്ന് വീണ്ടും സർട്ടിഫിക്കേഷൻ ബോഡി ഒരു നിരീക്ഷണമൊക്കെ നടത്തും, കൃത്യമായിട്ടാണോ പോണേന്നുള്ളത്. 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീ അസസ്മെന്റ് വരും. അത് കഴിഞ്ഞാൽ റിന്യൂ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്കൊരു ISO സർട്ടിഫിക്കേഷൻ ഒരു ഓർഗനൈസേഷന് അവരുടെ പ്രോഡക്റ്റിനോ സർവീസിനോ എടുക്കാൻ പറ്റും. ഇപ്പോ മൊത്തത്തില് 50 സർട്ടിഫൈങ് സെന്റേഴ്സ് ആണ് നമ്മുടെ രാജ്യത്ത് മൊത്തം ഉള്ളത്. ഓക്കെ, അതിൽ ഏതിന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏത് സർട്ടിഫൈഡ് ബോഡി, നമ്മൾ ആദ്യം പറഞ്ഞ ഏത് സർട്ടിഫൈഡ് ബോഡിയിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഈ ISO സർട്ടിഫിക്കേഷൻ നടത്തിയാലുള്ള എല്ലാ കമ്പനീസിനും അല്ലെങ്കിൽ എല്ലാ പ്രോഡക്റ്റിനും ഒന്നും ISO സർട്ടിഫിക്കേഷൻ ഇല്ല. ഇനി അങ്ങനെ നടത്തിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, കസ്റ്റമർ ഓറിയന്റേഷൻ, അതായത് കസ്റ്റമേഴ്സിന്റെ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ISO സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ കസ്റ്റമേഴ്സിന് ഒരു അവയർനെസ് ആണ്, ഓക്കെ ISO സർട്ടിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു ഉറപ്പ് അവർക്ക് കിട്ടും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ ISO സർട്ടിഫൈഡ് ആണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കത് ആൾക്കാരിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഒരുപാട് അവരെ പറഞ്ഞു ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണ് എന്നൊന്നും നമ്മൾ ഒരുപാട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ബിക്കോസ് ISO സർട്ടിഫിക്കേഷൻ ഇറ്റ്സെൽഫ് ടെൽസ് ദം ദാറ്റ് ദിസ് പ്രോഡക്റ്റ് ഇസ് എ ക്വാളിറ്റി, ദിസ് പ്രോഡക്റ്റ് മീറ്റ്സ് ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. പിന്നെ ISO സർട്ടിഫൈഡ് കമ്പനി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു ഇമേജ് ഉണ്ടാവും ആ കമ്പനിക്ക്. കസ്റ്റമേഴ്സിന്റെ മനസ്സിലായാലും നല്ലൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യും, നല്ലൊരു ഇമേജ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്വാളിറ്റി കൺസിസ്റ്റൻസി ഉണ്ടാവും. നമ്മൾ ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് മേടിക്കണമെങ്കിൽ ആ പ്രോഡക്റ്റിന് കൺസിസ്റ്റന്റ് ആയിട്ട് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും. നമുക്കതൊരു ഉറപ്പാണ് ISO സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. Then delegation and responsibility is another important benefit of ISO certification. അതായത് അതായത് കറക്റ്റ് ആയിട്ടൊരു റെസ്പോൺസിബിലിറ്റി കറക്റ്റ് ആയിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. അണ്ടർ ISO സർട്ടിഫിക്കേഷൻ ദ പ്രൊസീജിയേഴ്സ് ഫോർ വർക്ക് അഫക്റ്റിംഗ് ക്വാളിറ്റി ആർ ഡോക്യുമെന്റഡ്. അതായത് ജോലിയിലുള്ള പ്രൊസീജിയറിലുള്ള ഓരോ കാര്യങ്ങളും അത് ക്വാളിറ്റീനെ എഫക്ട് ചെയ്യുന്നതാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യും. അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊസീജിയറിലെ ഓരോ സ്റ്റെപ്പിലെയും റെസ്പോൺസിബിലിറ്റി ആർക്കാന്ന് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. Then traceability is another benefit. അതായത് right from the material procurement to the final delivery to the customer. ISO സർട്ടിഫൈ ചെയ്യണമെങ്കിൽ നമ്മുടെ എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ എല്ലാം തന്നെ എന്ത് ചെയ്യണം, എല്ലാം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു വെക്കണം. അപ്പൊ എല്ലാ സ്റ്റെപ്പും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് ഇന്ന സ്റ്റെപ്പിലാണ് ഇത് നടന്നിരിക്കുന്നത്, ഇന്ന സ്റ്റേജിലാണ് ഇന്ന പ്രശ്നം വന്നിരിക്കുന്നത്, അങ്ങനെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒബ്വിയസ്ലി ISO സർട്ടിഫൈഡ് ആണെങ്കിൽ വേൾഡ് വൈഡ്
അംഗീകരിച്ചിട്ടുള്ളതാണ് ISO. അതുകൊണ്ട് തന്നെ ISO സർട്ടിഫൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ട്രേഡ് നമുക്ക് കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. ദെൻ ഇന്നോവേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ്, അതായത് പ്രോഡക്റ്റിന്റെയും സർവീസിന്റെയും സപ്ലയേഴ്സ് എപ്പോഴും എന്ത് ചെയ്യും, ഈ ISO സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യണമെങ്കിൽ അവർ എപ്പോഴും മാറുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവരെന്ത് ചെയ്യണം, അവരുടെ ക്വാളിറ്റിയിലൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുത്തണം. അപ്പൊ അവരെപ്പോഴും ഇതില് ഈ ടെക്നോളജിയിലും അതുപോലെ ഇമ്പ്രൂവ്മെന്റ് നടത്താനും ഇന്നോവേഷൻ നടത്താനും ഒക്കെ എപ്പോഴും അവര് എന്ത് ചെയ്യുന്നുണ്ട്, എഫേർട്ട് ഇടും. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ISO സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള എന്ത് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മൾ ISO എന്താന്ന് കണ്ടു, ISOയുടെ ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടന്റ് ആണ്, സ്ട്രക്ചർ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി, എലമെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, ദെൻ പ്രൊസീജിയറും നിങ്ങൾ പഠിച്ചു വെക്കുക, 4 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ബെനിഫിറ്റ്സ് പഠിച്ചു വെക്കുക, ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻ വരും. Okay, that's all about ISO. Next we move on to the next emerging concept in management, that is management information system. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഏതൊരു ഓർഗനൈസേഷനും ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാര്യമാണ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻഫോർമേഷൻ നമുക്ക് പല രീതിയിലായിരിക്കും കിട്ടുക. മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞു തന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നടത്തിയ ഒബ്സർവേഷന്റെയോ ഇൻവെസ്റ്റിഗേഷന്റെയോ ബേസിലായിരിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫോർമേഷൻ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. പക്ഷെ കിട്ടുന്ന എല്ലാ ഇൻഫോർമേഷനും എന്തല്ല, ഡാറ്റയല്ല. നമുക്ക് ഉപയോഗമുള്ള ഒരു ഫോമിലേക്ക് അതിനെ മാറ്റിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആ ഇൻഫോർമേഷൻ നമുക്കൊരു ഡാറ്റയായിട്ട് മാറുള്ളൂ. സോ ഇപ്പോഴാണെങ്കിൽ കുറെ ഇലക്ട്രോണിക് ഡിവൈസുകളും പുതിയ ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഇൻഫോർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആണ്. ഈ ഇൻഫോർമേഷന്റെ ഓർഗനൈസേഷനുള്ള ഏറ്റവും വലിയ റെലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻഫോർമേഷൻസ് ആർ വെരി വൈറ്റൽ ഫോർ ദ ഡിസിഷൻ മേക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ. നമുക്ക് ഓർഗനൈസേഷനിൽ എപ്പോഴും പുതിയ പുതിയ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഈ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ഒതന്റിക് ആയിട്ടുള്ള ടൈംലി ഇൻഫോർമേഷൻസ്, അതായത് കറക്റ്റ് ടൈമിൽ ഒതന്റിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് എന്ത് വേണം, നമുക്ക് അവൈലബിൾ ആയിരിക്കണം. So the flow of information is made regular by information system, commonly known as management information system. അതായത് ആവശ്യമുള്ള ഇൻഫോർമേഷൻ ഒതന്റിക് ആയിട്ടുള്ള ഫോമിൽ ആവശ്യമുള്ള ടൈമിൽ അവൈലബിൾ ആക്കാനായിട്ട് ഉള്ള ഓർഗനൈസേഷനിലെ ഒരു സിസ്റ്റത്തിനെയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. സോ നമുക്കൊന്ന് നോക്കാം, രണ്ട് ഡെഫിനേഷൻസ് നമുക്കൊന്ന് നോക്കാം. It is a system of providing needed information to each manager. ഓരോ മാനേജറിനും അവർക്ക് വേണ്ട ഇൻഫോർമേഷൻസ് at the right time, in the right form and relevant one. Okay, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ, അവരെ ആക്ഷൻ എടുക്കാൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ, പ്രേരിപ്പിക്കുന്ന സഹായകരമായ രീതിയിൽ, റൈറ്റ് ടൈമിൽ റൈറ്റ് ഫോമിൽ റെലവെന്റ് ആയിട്ടുള്ള രീതിയിൽ ഓരോ മാനേജർക്കും ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷനിലെ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. Let's see the definition again. It is a system of providing needed information to each manager at the right time, in the right form and the relevant one, which aids his understanding and stimulate his action. വേറൊരു ഡെഫിനിഷൻ നോക്കാം. It is an organized method of providing past, present and projection information related to internal operations and external intelligences. അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രീതിയിൽ പാസ്റ്റ് ഡാറ്റ ആയാലും പ്രസന്റ് ഡാറ്റ ആയാലും ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ആയാലും പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള മാനേജ്മെന്റ് സിസ്റ്റം ആണ് MIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് പ്ലാനിങ്ങിനെയും കൺട്രോളിനെയും ബാക്കിയുള്ള ഫങ്ഷൻസിനെയും ഒക്കെ ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ. ഓക്കെ, so management information system is an organized method by which managers at all level in the organization are presented with needed information in the right form at the right time, so that they are in a position to perform the task well. ഓർഗനൈസേഷനിലെ മാനേജേഴ്സിന് അവർക്ക് അലൊക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ടാസ്കുകൾ കൃത്യമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് ഇൻഫോർമേഷൻസ് വേണം. ആ ഇൻഫോർമേഷൻസ് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നിലനിൽക്കുന്ന ഒരു സിസ്റ്റം, അതാണ് MIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ? നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് MIS നോക്കാം. അത് മാനേജ്മെന്റ് ഓറിയന്റഡ് ആണ്. അതായത്
മാനേജ്മെന്റ് ആണ് മെയിൻ ആയിട്ട്, മാനേജ്മെന്റിന്റെ ഡിസിഷൻ പ്രോസസ്സിനാണ് മെയിൻ ആയിട്ട് എന്ത് വേണ്ടത്, ഇൻഫർമേഷൻസ് വേണ്ടത്. സോ ആ MIS സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിൽ സെറ്റ് ആയിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റിന് ഏത് രീതിയിലാണോ ഇൻഫർമേഷൻ വേണ്ടത് ആ രീതിയിലായിരിക്കണം എന്ത് MIS സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. ഓർഗനൈസേഷനിലെ MIS സിസ്റ്റം ആ രീതിയിലായിരിക്കും. മാനേജ്മെന്റ് ആയിരിക്കും, മാനേജ്മെന്റ് ഡയറക്റ്റഡ് ആണ്, അതായത് മാനേജ്മെന്റ് ആണ് MISന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ആയിരിക്കും. സോ മാനേജ്മെന്റ് ആണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാനേജ്മെന്റ് ആണ് ഡയറക്ട് ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് MISൽ വേണ്ടതെന്നുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് എൻ ഇന്റഗ്രേറ്റഡ് കോൺസെപ്റ്റ്. എന്താണ് ഇന്റഗ്രേറ്റഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, അതായത് ഒരുപാട് സബ്സിസ്റ്റത്തിൽ നിന്ന് ഓർഗനൈസേഷന്റെ ഒരുപാട് സബ്സിസ്റ്റത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഒരുമിച്ച് ഒരു സോഴ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇന്റഗ്രേറ്റഡ് കോൺസെപ്റ്റ് ആണ് MIS എന്ന് പറഞ്ഞാൽ. ഒരു കോമൺ ഡാറ്റാബേസ് ആണ്, അതായത് അൺനെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും വേണ്ട, എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ അന്വേഷിച്ച് ഒരുപാട് സ്ഥലത്തേക്ക് നമ്മൾ തപ്പി തടഞ്ഞു പോകണ്ട. MIS ഉണ്ടെങ്കിൽ ഓർഗനൈസേഷനിൽ ഒരു സ്ട്രോങ് MIS ഉണ്ടെങ്കിൽ അതൊരു കോമൺ ഡാറ്റാബേസ് ആണ്. MIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷന് ആവശ്യമുള്ള ഡാറ്റയുടെ ഒരു കോമൺ ഡാറ്റാബേസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ MIS എന്ന് പറഞ്ഞാൽ. ആൻഡ് MIS അവോയ്ഡ്സ് റിഡൻഡൻസി ഇൻ ഡാറ്റ സ്റ്റോറേജ്, അതായത് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല, പല പല സ്ഥലത്തായിട്ടല്ല, ഒരു സിംഗിൾ സോഴ്സിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതാക്കും. അതുപോലെ തന്നെ MISൽ ഒരു ഹെവി പ്ലാനിങ് ആവശ്യമാണ്, അതായത് ഡീറ്റെയിൽ ആയിട്ടൊരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ആൾക്കാര്, ഡാറ്റ പ്രോസസിങ് ഓപ്പറേഷൻസ്, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, MIS സിസ്റ്റം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു സബ്സിസ്റ്റം കോൺസെപ്റ്റ് ആണ്, അതായത് ഒരു വലിയ സിസ്റ്റം ആണെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനും അതിൽ നിന്ന് ഡാറ്റ എടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യാണ്, ഒരു വലിയ സിസ്റ്റത്തിനെ പല പല സബ്സിസ്റ്റംസ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഒരു കോമൺ ഡാറ്റ ഫ്ലോ, എവിടെയൊക്കെ ഇൻഫർമേഷൻ ആവശ്യമുണ്ടോ അവിടേക്കൊക്കെ ഈ ഒരു കോമൺ സിംഗിൾ സോഴ്സിൽ നിന്ന് ഡാറ്റ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും, അതായത് ചേഞ്ചസ്, എൻവയോൺമെന്റിൽ ചേഞ്ചസ് വരുമ്പോൾ ആ ചേഞ്ചസിനോട് ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഏതൊരു ഓർഗനൈസേഷനിലും MIS സിസ്റ്റം റെഡി ആയിരിക്കും. ദെൻ ഇൻഫർമേഷൻ ആസ് എ സോഴ്സ്, ഇൻഫർമേഷൻ റിസോഴ്സിനെ ലാർജ് സ്കെയിലിൽ, അതായത് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ലാർജ് സ്കെയിലിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ നീഡ് ബേസ്ഡിലായിരിക്കും, ഓരോ ലെവലിലുള്ള ആൾക്കാരുടെ നീഡ് അറിഞ്ഞിട്ടായിരിക്കും അതിനനുസരിച്ചായിരിക്കും MIS സിസ്റ്റം സെറ്റപ്പ് ചെയ്യുക. എക്സംഷൻ ബേസ്ഡ് ആയിരിക്കും, അതായത് അബ്നോർമൽ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് ഇമ്മീഡിയറ്റ്, അതായത് MIS സിസ്റ്റത്തിൽ നമ്മൾ ഇൻഫർമേഷൻ ഒക്കെ സെറ്റ് ആയിരിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു അബ്നോർമൽ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സിനെ കറക്റ്റ് ആയിട്ട് അത് ഇൻഫോം ചെയ്യും. പിന്നെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആണ്, ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല ഫ്യൂച്ചർ ഓറിയന്റഡ് ഇൻഫർമേഷൻസും ഏതിലുണ്ടാവും, MIS സിസ്റ്റത്തിൽ ഉണ്ടാവും. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. സോ ദീസ് ഓൾ ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് MIS സിസ്റ്റം. നെക്സ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒന്ന്, ഡാറ്റ ക്യാപ്ചർ ചെയ്യാം. ഇത് തന്നെയാണ് ഒബ്ജക്റ്റീവ്സ് തന്നെ നമുക്ക് പ്രോസസ് ആയിട്ടോ സ്റ്റേജസ് ആയിട്ടോ നമുക്ക് കണക്കാക്കാം. സോ നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് MIS ഓർ പ്രോസസ് ഓർ സ്റ്റേജസ് ഓഫ് MIS. ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡാറ്റ ക്യാപ്ചർ ചെയ്യും. ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് മാക്സിമം കിട്ടാവുന്ന ഡാറ്റ മാനുവൽ ആയിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടോ ഡാറ്റ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് ആ ഡാറ്റ പ്രോസസ് ചെയ്യും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോർമാറ്റിലേക്ക്, നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് കാൽക്കുലേഷൻസും സോർട്ടിങ്ങും ക്ലാസിഫിക്കേഷനും സമ്മറൈസിങ്ങും ഒക്കെ നടത്തി നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ആ ഡാറ്റനെ പ്രോസസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ അതായത് പ്രോസസ് ചെയ്തതോ അല്ലെങ്കിൽ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ആണെങ്കിലും MISൽ നമ്മുടെ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കും. സോ ഇൻഫർമേഷൻ ചിലപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ളതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ആവശ്യമുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. എങ്ങനെയായാലും അത് MISൽ സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യും, പല യൂസേഴ്സിന് വേണ്ടിയിട്ടും റിട്രീവ് ചെയ്യും. ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് എന്ത് ചെയ്യും, ഡിസെമിനേറ്റ് ചെയ്യും. അതായത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഓർഗനൈസേഷനിൽ ഓൺലൈൻ ആയിട്ടോ ഏത് രീതിയിലായാലും അത് ആവശ്യക്കാർക്ക് എന്ത് ചെയ്യും, എത്തിച്ചു കൊടുക്കും ഇൻഫർമേഷൻ. ഇതാണ് മെയിൻ ആയിട്ട് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പ്രോസസ് ഓർ സ്റ്റേജസ് ഓഫ് MIS എന്ന് പറഞ്ഞാൽ. ഡാറ്റ ക്യാപ്ചർ ചെയ്യുക, പ്രോസസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അതിനെ റിട്രീവ് ചെയ്യുക, ഡിസെമിനേറ്റ് ചെയ്ത് കൊടുക്കുക. Clear? Next, let us move on to the MIS function.
MISന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ, ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുക. ഫാസ്റ്റ് ആയിട്ട്, അതായത് നമുക്ക് ഡിസിഷൻസ് എടുക്കേണ്ട വരുമ്പോൾ അവൈലബിൾ ആയിട്ട് ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻസ് എടുക്കാൻ പറ്റും. പിന്നെ അത് തന്നെയല്ല, എടുക്കുന്ന ഡിസിഷൻസിന് ക്വാളിറ്റി എൻഷുർ ചെയ്യാനും പറ്റും. സോ ഡിസിഷൻ മേക്കിങ്ങിനെ ഇംപ്രൂവ് ചെയ്യുക, ദെൻ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, ദെൻ ഒരു കണക്ടിവിറ്റി കൊടുക്കുക. അതായത് ഒരു MIS മാനേജേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസോ ഓർഗനൈസേഷനിൽ എവിടെയുള്ള ഇൻഫോർമേഷൻ ആയിട്ടും ഒരു കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യും. സോ ദീസ് ഓൾ ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് MIS. നമുക്ക് ലാസ്റ്റ് ഏരിയയിലോട്ട് പോവാം. ദാറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് MIS. പറഞ്ഞ പോലെ പ്ലാനിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും. ഇൻഫോർമേഷൻ ഓവർലോഡഡ് ആയിരിക്കില്ല, എല്ലാം സമ്മറൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓവർലോഡഡ് ഉണ്ടാവില്ല ഇൻഫോർമേഷൻ. ഡീസെൻട്രലൈസേഷന് ഹെൽപ്പ് ചെയ്യും, അതായത് ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി മാക്സിമം നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റും, ലോവർ ലെവലിലേക്കും കൂടെ. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷനും റെഡിലി അവൈലബിൾ ആണ്. ഇതിനൊരു കോർഡിനേഷൻ, എല്ലാ ആക്ടിവിറ്റിയും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ ഒരു കോർഡിനേഷൻ എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കൺട്രോള്, ഒരു കോർഡിനേഷൻ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഒരു കൺട്രോളും, നമുക്ക് പ്ലാനിങ്ങും കാര്യങ്ങളും തമ്മിൽ ഒരു കൺട്രോളും കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് MISല് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MISന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു. സോ ഇൻ ടുഡേസ് വീഡിയോ വി ലേൺ 2 emerging concepts in management, that is ISO and MIS. ഈ 2 കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. So I hope these 2 concepts are clear to you. We'll meet in the next video with another emerging concepts. Thank you.